ഇപ്പൊ നമ്മൾ ഹണിമൂണിന് പോകാൻ വേണ്ടിയുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. ലുക്ക് ഉണ്ടോ നോക്കട്ടെ, നീ ട്രാവലർ ആയോ നോക്കട്ടെ. ഇത് ഓക്കെയാണ്. അത് പൊങ്ങിയല്ല, ഇങ്ങനെ ഇരിക്കണ്ട. കൊച്ചു ഇവിടെ തന്റെ സ്റ്റിൽ ഇവിടെ സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നു. ഇനി വേറൊരു സാഡ് തിങ് എന്ന് പറയുന്നത് അച്ഛൻ വരുന്നില്ല. ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചായിരുന്നു ഹണിമൂണിന് പോകുന്നില്ലേ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ കുറേ നാളായില്ലേ ഹണിമൂണിന് പോകുന്നില്ലേ എന്ന്. അപ്പോൾ യെസ്, നമ്മൾ ഹണിമൂണിന് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഹണിമൂണിന് പോകാൻ വേണ്ടിയുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ കല്യാണത്തിന് മുമ്പേ പറഞ്ഞായിരുന്നു നമുക്ക് പോകുന്ന സ്ഥലം നമ്മൾ കാശ്മീരാണെന്ന്, അല്ലേ? കാരണം അമ്മയ്ക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു വട്ടം ഒന്ന് പോകണം, ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഒന്ന് റിയലിസ്റ്റിക്കലി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നമ്മൾ പണ്ടല്ല തൃശ്ശൂർ പോയപ്പോൾ നമ്മൾ മറ്റേ പാർക്കിൽ പോയായിരുന്നല്ലോ, മറ്റേ ആർട്ടിഫിഷ്യൽ ഐസ്. കാരണം അത്രയും നമുക്ക് ആഗ്രഹത്തെ സ്നോഫോൾ ഇല്ലായിരുന്നു, തട്ടിക്കളിച്ച്. നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ കാശ്മീർ എന്ന് പറയുന്നത്. അത് എല്ലാവരും ഒരു ഡ്രീമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഹണിമൂൺ നേരെ അങ്ങോട്ട് തന്നെ വെച്ച് പിടിക്കാന്ന് വിചാരിച്ചു. അത് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. കാരണം ബൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് റെന്റിന് കിട്ടും. നമ്മൾ വെറുതെ ലഗേജും കാര്യങ്ങളും ചുമന്നുകൊണ്ട് അങ്ങ് വരെ പോകണ്ട. കാരണം ഇത്രയും പേരെ ജാക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിക്കണം. കുറെ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ. പിന്നെ അല്ലാതെ നമ്മൾ ജാക്കറ്റ്, പിന്നെ വാട്ടർ പ്രൂഫിന്റെ ഷോക്സ്, പിന്നെ കയ്യിൽ ഗ്ലൗസ്, ബാഗ്, ട്രാവൽ ബാഗ്, അങ്ങനെ ഡ്രസ്സ് എടുക്കണം. അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മളെ ഹണിമൂണിന്റെ പോകാനായിട്ടുള്ള ഷോപ്പിങ്ങിന് കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട് പോകാൻ ആവശ്യത്തിനായിട്ട്. അപ്പം അത് ഇന്ന് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ലുലു മോളിലോട്ടല്ല, നമ്മൾ പോകുന്നത് എവിടെ? ലുലു മോളിലൊക്കെ പോയി നിക്കർ ഹി കദം ഹേ. ഇത് എവിടായിരുന്നു? എനിക്ക് നമ്മുടെ ചാല മാർക്കറ്റ്, ചാല എന്നല്ലേ പറയുന്നത്? ചാല മാർക്കറ്റിലാണ് പോകുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ജാക്കറ്റ് എല്ലാം നോക്കി എടുക്കണം. അപ്പം അമ്മയ്ക്കും വേണ്ടിട്ട് എടുക്കണം. അമ്മയ്ക്ക് ഡ്രസ് എടുക്കണം, അമ്മയ്ക്ക് ചുരിദാർ, അങ്ങനത്തെ കുറെ അമ്മേനെ കൂടെ കൊണ്ടുപോയിട്ടാണ് എടുക്കാനായിട്ട്. അപ്പൊ മൃദുലയ്ക്കും എടുക്കണ്ടേ? എനിക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പൊ ഈ ഇരിക്കുന്ന സാധനത്തിനുണ്ടല്ലോ, തണുപ്പെന്ന് പറയുന്ന സാധനം ഒട്ടും പറ്റാത്ത ഒരു ഐറ്റമാണ് ഈ ബാക്കി ഇരിക്കുന്നത്. മൈനസ് ആണ്. പോണോ വയ്യാണ്ടൊക്കെ ആവും, ശ്വാസം ഒന്നും കിട്ടത്തില്ല. ചെലവ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഹണിമൂണിന്റെ മുറിന് കൊണ്ടുപോയില്ല. സത്യത്തിൽ ഹണിമൂൺ നിങ്ങൾ രണ്ടുപേരാണ് പോവാനുള്ളത്. അങ്ങനെയൊന്നുമില്ല ഗൈസ്, നമ്മള് ഫാമിലി ആയിട്ടാണ് ഹണിമൂൺ പോകുന്നത്. നമുക്ക് അതാണ് സന്തോഷം. എല്ലാവരും ഉണ്ടല്ലോ രസമുള്ള. സ്നോഫോൾ കാണണം ഭയങ്കര ആഗ്രഹമാണ്. അമ്മയെ മഞ്ഞ് കിടത്തി ഉരുട്ടണം, മഞ്ഞെടുത്ത് എറിയണം. സത്യം പറഞ്ഞാൽ അതൊക്കെ ഡ്രീമാണ്. നമ്മൾ വീഡിയോയിലേ കണ്ടിട്ടുള്ളൂ. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഇതുള്ള ഭയങ്കര സന്തോഷം കേട്ടോ. വേറൊരു സാഡ് തിങ് എന്ന് പറയുന്നത് അച്ഛൻ വരുന്നില്ല. ഇത് അച്ഛൻ്റെ ജോലി തിരക്കുണ്ട്. അച്ഛന് മാക്സിമം നമ്മൾ നോക്കി. അച്ഛൻ കുറേ വർക്കിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛന് വരാൻ കഴിയില്ല. അപ്പം നമ്മൾ 4 പേരും കൂടി ആയിരിക്കും പോകുന്നത്. ഞാനും അമ്മയും കൊച്ചു മൃദുലേ. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ്, നമ്മളിവിടെ വന്നിട്ടില്ല ആക്ച്വലി. ഇവിടെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ട്രാവൽ ബാഗ് നോക്കുക കേട്ടോ. ആൾറെഡി നമ്മൾ മൃദുലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇനി ഒരെണ്ണം കൂടി വേണം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട്. മൃദുലയുടെ കട്ട ബാർഗൈനിങ് ആണ് കേട്ടോ. ഗൈസ്, അപ്പോൾ കൊച്ചു ആ ഒരു ബാഗ് സെലക്ട് ചെയ്ത് കേട്ടോ. ഇങ്ങനെ തലയിട്ട് അതിനകത്ത് നോക്കാം. പിന്നെ അവിടെ ചെന്നിട്ട് ഇതിനകത്ത് ഇട്ടോട്ട് കിടക്കാൻ ഒരു ബാംഗ്ലൂർ ഫീല്, ഒരു ബോംബെയിലൊക്കെ പോയൊരു ഫീല്. ഇതിനകത്ത് പോകുമ്പോൾ കൊച്ചു റിയൽ ട്രാവലർ ആയി ഗൈസ്. ഈ മൃദുല എൻ്റെ തലയിൽ എന്തോ സാധനം കൊണ്ട് വെച്ചു. എന്തോ സാധനം ഇട്ട് നോക്കിയേ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളു. ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽ കൊള്ളാം ഗൈസ്. കൈ പോയോ? എടുത്തോ തലമുട്ടെ. ഇത് കൊള്ളാല്ലേ? ഇതിന്റെ വേറെ പാറ്റേൺ ഉണ്ടോ കളറ്? അതാ ഞാൻ പറഞ്ഞത്, നല്ല മെറ്റീരിയൽ ആണ് ഗൈസ്. അതിനകത്തുണ്ട് ഈ ഒരു സാധനം. അകത്തെ മെറ്റീരിയൽ കൊള്ളാം. നല്ല സോഫ്റ്റ് സാധനം. നമുക്ക് ക്യൂട്ട് നോക്കട്ടെ. അത് പൊങ്ങിയല്ല, ഇങ്ങനെ ഇരിക്കണ്ട. അപ്പോൾ ഷർട്ടും ടീഷർട്ടൊക്കെ സെലക്ട് ചെയ്യണം കേട്ടോ. ഗൈസ്, ഇത് കൊള്ളാം ഗൈസ്. ഇതെടുക്കാം. ഇത് കറക്റ്റ് നല്ല ഇടുമ്പോൾ ചൂടുമുണ്ട്. കാശ്മീർ ഇടുമ്പോൾ പക്കയായിരിക്കും. ഇതിൻ്റെ മണ്ടയിൽ കൂടെ മറ്റേ ജാക്കറ്റ് ഇട്ടാൽ മതി.
ഒട്ടും പറയത്തില്ല തോന്നുന്നു. എന്തായാലും ഈ ഒരു കളർ എടുക്കും ഗൈസ്. കൊച്ചു ഇതിന്റെ തന്നെ ബ്ലാക്ക് എടുക്കുന്നില്ലേ ഗൈസ്? അപ്പൊ നമ്മളിത് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എടാ ഇവിടെ അത്യാവശ്യം നമ്മൾ മെൻസിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ ലാഭം ഉണ്ട് അത്യാവശ്യം. നമ്മളിപ്പോ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടൊന്നും നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മൾ കുറച്ച് കണ്ട് ഇപ്പൊ കൊച്ചു ഇട്ടിരിക്കുന്നില്ല, ഈ ഒരു ടൈപ്പ് ഇങ്ങനത്തെ ഷർട്ട് നമ്മൾ കൂടുതലും വാങ്ങുന്നത്. അപ്പൊ അതിനൊക്കെ സംഭവങ്ങൾ വാങ്ങാൻ ഇവിടെ ഭയങ്കര ലാഭമാണ്. എല്ലാം ഒരു 600-700 റേഞ്ചിന് ഷർട്ട് കിട്ടും ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് മീൻസ് നമ്മൾ ഈ തെർമൽ അല്ലെങ്കിൽ ഈ ജാക്കറ്റും കാര്യങ്ങൾക്കൊന്നും വലിയ ക്വാളിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഓൺലൈനിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് അത് നല്ല ക്വാളിറ്റി ആവശ്യമാണല്ലോ അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. പുറത്തുനിന്ന് മീൻസ് ആമസോണിൽ നിന്ന് വല്ലതും ഓൺലൈൻ എവിടെ നിന്നെങ്കിലും ഓർഡർ ചെയ്യാം. ഞാൻ 2 ടീഷർട്ട് എടുത്ത് കൊച്ചു, ഞാനൊരു ഷർട്ടും ഒരു ടീഷർട്ടും. വൈറ്റ് അതിട്ടിട്ട് ഇത് മേലെ ഇടാനോ? ഈ സ്മാരക ഷോപ്പിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നാലാമത്തെ കടയാടാ. മൂന്നാമത്തെ കട എന്താണ്? ബാഗ് ആദ്യം വാങ്ങിച്ചത് നന്നായി, കാരണം സാധനം വാങ്ങിച്ച് ബാഗിലോട്ട് കയറ്റുക. മൃദുലതേ അവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഇരുത്തേ, ഇന്ന് നമ്മളുടെ ഡേ ആണ്, ഇന്ന് നമ്മളുടെ ദിവസമാണ്. ഇവിടെ ഫുള്ള് ബോയ്സിനാ കൂടുതലും തോന്നുന്നു. എനിക്കൊന്നുമില്ല അവിടെ. എനിക്ക് വാങ്ങിച്ചു തരാം. ഇതെങ്ങനെയുണ്ട്? ഇത് അടിയിൽ വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് അതിന്റെ മുകളിലിടാൻ നൈസായിരിക്കും. ഇതൊക്കെ പോയിട്ട് അവിടെ മഞ്ഞും കാണല് ഒന്നും കാണല്. നമ്മളവിടെ ചില മഞ്ഞക്കുരുവി ഇമാതിരി സാധനമൊക്കെ എടുത്തിട്ട് അവിടെ പോയിട്ട് അവിടെ മഞ്ഞക്കുരുവി അവിടെ ഷോകമായിട്ട് അവിടെയും ചൂട് ഇവിടെയും ചൂടെന്ന്. കൊച്ചു ഇവിടെ കണ്ട് സ്റ്റിൽ ഇവിടെ സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മളെ കാശ്മീർ ട്രിപ്പ് തുടങ്ങുമ്പം നമുക്ക് ഇതിടാം കേട്ടോ. കൊള്ളാമല്ലേ? നമ്മൾ കോമ്പാട്ട് ഇടും. അപ്പൊ നീ എന്തിടും? ഞാനും അമ്മയും കോമ്പാട്ട്. ആണോ? സെറ്റ് നടക്കട്ടെ. നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഇന്നത്തെ ഫുൾ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത എല്ലാ സാധനവും വെച്ചിട്ട് വീട്ടിൽ ചെത്തിട്ട് കാണിക്കാം. ചോദിച്ചു കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇതുകൊണ്ട് പർച്ചേസ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക. വണ്ടി അങ്ങാണ്ട കൈസ് കൊണ്ട് പാർക്ക് ചെയ്ത് നടക്കണം, ഒന്നും വരെ നടക്കണം. സത്യം പറഞ്ഞാൽ വണ്ടി ഇവിടെ വരെ വരുമായിരുന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. കുഴപ്പമില്ല, നമുക്ക് നേരെ ഇതുകൊണ്ട് കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകാം. ശാലൈ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. ഇന്ന് നമ്മുടെ ദിവസമായിരുന്നല്ലേ? അതുമല്ലേ, കുറെ നാളെ കേസ് നമ്മൾ അവിടെ ഒന്നും നല്ല മെൻസ് വെയർ ഇല്ല. നമുക്കങ്ങ് മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിനകത്ത്. അത് നമ്മൾ ഷോപ്പ് തേടി പിടിക്കണം അല്ലേ? കുറെ ഷോപ്സിലൊന്നും ഒരു കളക്ഷനും ഇല്ല, ബട്ട് ചില ഷോപ്സ് ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് കയറി ഈ ഷോപ്സിലായിക്കോട്ട് നല്ല കളക്ഷൻ ഉണ്ട്. നമ്മൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാൻ പറ്റി. അപ്പോൾ ഓക്കെ, നമ്മുടെ കാശ്മീർ ട്രിപ്പിന് പോകാൻ ആവശ്യമായിട്ടുള്ള എൻ്റെയും കൊച്ചുവിൻ്റെയും ഒരുവിധം ഡ്രസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം മൃദുലയ്ക്കും അമ്മയ്ക്കും കൂടിയുള്ള ആ ഒരു ഡ്രസ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഹണിമൂൺ ട്രിപ്പിനുള്ള ഒരു പാതി ഷോപ്പിങ്ങിൻ്റെ ആ ഒരു ജോലി കഴിയും. ഇനി ഒരുപാട് നടന്നു വന്നു കേട്ടോ. ഇവിടെ പാർക്കിങ്ങിന് സ്ഥലമില്ല, കണ്ടേ? ഫുള്ളിങ്ങനെ ഓട്ടോസും ഈ ചരക്ക് വണ്ടികളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ വന്ന് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇതിനകത്ത്, ഫസ്റ്റ് ടൈമാണ് എൻ്റർ ആവുന്നത്. ഓറി പോയാൽ പിന്നെ നമുക്ക് നടക്കാനും പറ്റൂല, എങ്കിലും നിൽക്കാനും പറ്റത്തില്ല. ഇങ്ങനെ നോക്കി നിൽക്കാം. സറക്ക് ലോറി. ഇന്ന് മൃദുലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റാത്തതിന്റെ ചെറിയൊരു ഖേദം. നല്ല ചെരുക്കുണ്ട് കേട്ടോ. ഇന്ന് ഷോപ്പ് ചെയ്യാൻ കൂടെ നടന്നില്ല. സാധാരണ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 2 ചുരിദാറും കൂടി ഇല്ലാതെ മൃദുല വീട്ടിൽ കയറുന്നതല്ല. ഇത് നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ. നമ്മുടെ ഒടുക്കത്തെ ഒരു ഷോപ്പിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. നടന്ന് ഒരുപാട് വന്നു. വലിയ ഷോപ്പിംഗ് ആയിരുന്നു. ഇവിടെ നോക്കും, നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ കഴക്കൂട്ടത്തെ ആ ഒരു സായാഹ്ന സന്ധ്യ. കൊള്ളാം ഗൈസ്. എവിടെ? ഓർഡർ ഇട്. എന്തേലും മതി തിന്നെ. നല്ല വിശപ്പുണ്ട്. മറ്റേ നറുതണ്ടി ഉണ്ടല്ലോ, നറുതണ്ടി. എനിക്കൊരു നറുതണ്ടി നറുതണ്ടി ബീഫില്ലേ? ബീഫ് ഭയങ്കര കട്ടിയായിരിക്കും. കടുകട്ടിയാ പിടിച്ച് പല്ലൊക്കെ പോവും. ഈ പല്ലൊന്നും വയ്യ. എനിക്കാണെങ്കിൽ അണപ്പല്ല് വരുന്നുണ്ട്, ഭയങ്കര വേദനയാണ്. എനിക്ക് വന്നിട്ട് എനിക്കെന്താ പല്ല് വരാത്ത? നിനക്കത് മൂക്കി കളിക്കാനായിട്ട് ഇരിക്കുക, അതാ വരാത്ത. സ്മോക്ക് ആൻഡ് ഹണി സ്വീറ്റ്
വെറൈറ്റി ആയിരിക്കും. കുറച്ച് മതിയേ. അതിന്റെ ഹാഫ് ഓർഡർ ആ 3 നറുതണ്ടി പറഞ്ഞിട്ടുണ്ട്. സ്മോക്ക് ആൻഡ് ഹണി മന്തി. പിന്നെ ബീഫ് മന്തിയുടെ ബീഫ് ക്വാർട്ടർ പീസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റൊമാൽ റൊട്ടിങ്ങാണ്. നമ്മളിങ്ങനെ ഇരുന്നിട്ടില്ല ഇവിടെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇടയിൽ കയറുന്ന റൊമാൻറ്റിക്. ഞാൻ പിന്നെ ഇവിടെ പോകുന്ന റൊമാൻറ്റിക് എനിക്കും വേണമെന്ന് റൊമാൻറ്റിക്. എനിക്കും രസം സ്പ്രെഡ് ലവ്. പിന്നെ വേറൊരു ഉപയോഗമുണ്ട്. ഇതിന് താഴെ കൂടെ പോകുന്ന ടെക്നോ പാർക്കിലെ ചേച്ചിമാരെ കൊച്ചിന് വായി നോക്കാം. പെണ്ണ് കിട്ടിയില്ല കൊത്തി അടങ്ങ് നീ എടി എന്തടി അത് ഇങ്ങനെ. ആ ചേച്ചി നോക്കി തരാന്ന്. എന്റെ മുടി എനിക്കിപ്പം കണ്ണാടി എന്റെ മുടിയൊക്കെ നരയ്ക്കും പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. എടാ 23 വയസ്സേ ആയിട്ടുള്ള പ്രായമായിട്ടില്ല. നിങ്ങളൊക്കെ മുട്ടയെന്നാ വിരിഞ്ഞു വന്നത്. ബീഫ് ബീഫ് ബീഫ്. എന്തോ ഒരു മധുരത്തിന്റെ ഫീൽ. ബീഫ് ഭയങ്കര സോഫ്റ്റ്, ഒരു രക്ഷയില്ല. കഴിച്ചു വരാം. ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ ലുലുവിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഒരു പവർ ബാങ്ക് വാങ്ങണം, പിന്നെ കുറച്ച് ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങാനുണ്ട് കേട്ടോ. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ബ്ലാങ്കറ്റ് വേണം. അപ്പോൾ നമ്മൾ രണ്ട് ബ്ലാങ്കറ്റ് മതി. 2 പോരാട്ടോ വെച്ചു, 2 മതി. ബ്ലാങ്കറ്റ് സെറ്റായി. പവർ ബാങ്ക് വാങ്ങിച്ചത് ഈ ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇതിപ്പോൾ അത്യാവശ്യം നമ്മുടെ പുറത്തുനിന്ന് ഒരു US ബ്രാൻഡാണ്. ആപ്പിളിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് ഇറക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അത്യാവശ്യം ഞാൻ ഈ റേറ്റിംഗ് ഒക്കെ നോക്കിയപ്പം ഈ പവർ ബാങ്ക് ഉള്ളു. നമ്മൾ ഈ ലോക്കൽ പവർ ബാങ്ക് ഉപയോഗിക്കാനുള്ള പ്രശ്നം നമ്മൾ ഐഫോണിൻ്റെ ഒരു ബാറ്ററി ഒരു ഹെൽത്തിനെയൊക്കെ അത് ബാധിക്കും കേട്ടോ. അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. അപ്പം ഇത് വാങ്ങിച്ചു. മൃദുലത്തെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ ഇറങ്ങുമല്ലേ. സിനിമയൊന്നും കാണുന്നില്ല, നല്ല സിനിമയൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീമും കഴിച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമല്ലേ. അടുത്ത ഐറ്റം പൊറോട്ടായി. അത് ഇഷ്ടപ്പെട്ടു. അത് നല്ല രസമുണ്ടല്ലേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അടിയിലെ ഷർട്ട് ഇട്ടിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുണ്ട്. ഇതിലൊക്കെ ഇത് എനിക്ക് മൃദുലേക്കും പെയറിങ് ആയിട്ട് ഇടാൻ ഒരു വെള്ള ഉണ്ടല്ലേ, അത് അവക്കൊരു വെള്ളമുണ്ട്. കണ്ടിട്ടുണ്ടോ? അമ്മ കണ്ടിട്ടില്ലല്ലേ. ഇതേ കണക്കിന് മേറ്റുള്ള അത്. ഇത് എൻ്റെ 2ാമത്തെ ടീഷർട്ട്. അടുത്ത ടീഷർട്ട് അങ്ങനെയുണ്ട്. ഇത് കൊച്ചുവിന്റെ ടീഷർട്ട്. ഇന്ന് ഫുള്ള് ഒരു നമ്മളെ ഡേ ആയിരുന്നു. ഫുൾ ഷോപ്പിംഗ് ആയിരുന്നു. നമുക്ക് മാത്രമേ എടുത്തോളൂ. നിങ്ങൾക്ക് നാളെ എടുക്കാം. ഇത് കൊച്ചുവിന്റെ ഷർട്ട്. അപ്പൊ മൊത്തം നീ എത്ര ഷർട്ട് എടുത്ത്? കൊച്ചു 4 ഷർട്ട്. 4 ഷർട്ടും 3 ഷർട്ടും ഒരു ടീഷർട്ടും. 2 ഷർട്ട്, ഒരു ജാക്കറ്റ്, 2 ടീഷർട്ട്, 5 നിക്കർ വാങ്ങി. നിക്കർ പുതിയ. പിന്നെ ബെഡ്ഷീറ്റ് വാങ്ങിച്ചതാണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടരക്കും ഇത് ഇരിക്കത്തില്ലേ ഫുള്ളായിട്ട്? പിന്നെന്ത് നോക്കട്ടെ. ഓ ട്രാവലറായി. ബെഡ്ഷീറ്റ് ഇത് നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഇതാകുമ്പോൾ ഇത് നമുക്ക് മടക്കി കൊണ്ടുവരുന്നത് മതിയല്ലേ. ഇത് അഴിക്കണ്ട. അവിടെ ചെന്ന് നമുക്ക് ഇതേ കണക്ക് ഇതിനകത്ത് വെച്ചിരുന്നാൽ മതി. ഗൈസ്, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ്. എൻ്റെയും കൊച്ചിൻ്റെ ഒരുവിധ ഷോപ്പിംഗ് ഒക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഓൺലൈനിൽ നിന്നുള്ള സാധനങ്ങൾ കുറേ വരാനുണ്ട്. അപ്പോൾ അത് വന്നിട്ട് പിന്നെ എവരെയും കൊണ്ട് എവർക്കും കുറേ ഡ്രസ്സുകൾ, ചുരിദാർ, ടോപ്പ്, മൃദുലേക്കും കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നമ്മൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയില്ലേ. അപ്പോൾ അതൊക്കെ വാങ്ങാൻ പോകുന്നതും നമ്മുടെ ഓൺലൈൻ സാധനങ്ങൾ വരുന്നതും വേറൊരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിനുള്ള വരെ ബൈ. ഫുൾ സെറ്റാണ് നമ്മൾ. ഇനി പോയാൽ മാത്രം മതി. ഓ അമ്മ ഭയങ്കര സത്യം പറഞ്ഞ ത്രില്ലിൽ നിൽക്കുന്നത് അമ്മയാണ് ഏറ്റവും കൂടുതൽ.
അതെ അമ്മ മഞ്ഞി കൊണ്ട് എനിക്ക് കുഴിച്ചിടണം. മഞ്ഞി കൊണ്ട് അയ്യോ അങ്ങനെയല്ല, മീൻസ് ഇങ്ങനെ കിടത്തിയിട്ട് മണ്ടേ കൂടെ മഞ്ഞ് വാരി ഇടണമെന്ന്. മഞ്ഞ് വരുമ്പോ ഇങ്ങനെ